നമസ്കാരം. മാമാങ്കം മഹോത്സവം 23 മുതൽ നടക്കും. ഇതിനായി 40 അടി നീളവും 22 അടി വീതിയുമുള്ള പരമ്പരാഗത അങ്കത്തട്ടാണ് നിളാതീരത്ത് വീണ്ടും ഒരുക്കുന്നത്. മാമാങ്കം മെമ്മോറിയൽ ട്രസ്റ്റും റീ എക്കോയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 30ാമത് മാമാങ്ക മഹോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന കളരി ഉൾപ്പെടെയുള്ള ആയോധന കലകൾ നടത്താനാണ് വീണ്ടും അങ്കത്തട്ട് നിർമ്മിക്കുന്നത്. ഇതിന്റെ ഭാഗമായി നിളാതീരത്ത് നവമുകുന്ദ ക്ഷേത്രം പാർക്കിംഗ് ഗ്രൗണ്ടിൽ നടക്കുന്ന അങ്കത്തട്ട് നിർമ്മാണത്തിന് കൽനാട്ടൽ കർമ്മം കേരള സംസ്ഥാന കളരി അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ചാവക്കാട് വി കൃഷ്ണദാസ് ഗുരുക്കൾ നിർവഹിച്ചു. കേരള കളരിപ്പയറ്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് വല്ലഭട്ട ഹരിഗുരുക്കൾ അധ്യക്ഷത വഹിച്ചു. ജനുവരി 23 ആരംഭിക്കുന്ന ആഘോഷ പരിപാടികളിൽ എല്ലാ ദിവസങ്ങളിലും കളരിപ്പയറ്റ് ഉൾപ്പെടെയുള്ള വിവിധ ആയോധന കലകൾ പ്രദർശിപ്പിക്കും. കൂടാതെ വിവിധ കലാപരിപാടികളും ഈ അങ്കത്തട്ടിൽ തന്നെ അരങ്ങേറും. ചടങ്ങിൽ സി എക്കൗ പ്രസിഡന്റ് സി കിളർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സോളമൻ കളരിക്കൽ, ഹാരിസ് പറമ്പിൽ, HG കളരി ഗുരുക്കൾ, എടപ്പാൾ ഹനീഫ ഗുരുക്കൾ, മാമാങ്കം മെമ്മോറിയൽ ട്രസ്റ്റ് വൈസ് ചെയർമാൻ ചങ്കമ്പള്ളി മുസ്തഫ ഗുരുക്കൾ, സെക്രട്ടറി വാഹിദ് പലാർ, സ്വാഗത സംഘം ഭാരവാഹികളായ KK റസാഖ് ഹാജി, KP അലവി, മുളക്കൽ മുഹമ്മദ് അലി, VK സിദ്ദിഖ്, ചിറക്കൽ ഉമ്മർ, ഹനീഫ കടവ്, KM ബാവ തുടങ്ങിയവർ പങ്കെടുത്തു. 23 അങ്കവാൾ പ്രയാണത്തോടെ തുടങ്ങുന്ന മാമാങ്ക ആഘോഷ പരിപാടിയിൽ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ, ചരിത്ര രംഗത്തെ പ്രമുഖരും സംഗമിക്കുന്നുണ്ട്. തിരുനാവായയിലെ മാമാങ്ക മഹോത്സവം നടക്കാൻ പോവുകയാണ്. 23 മുതൽ 28 വരെ ജനുവരി അല്ലേ. അതിൻ്റെ കാൽനാട്ടൽ കർമ്മമാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. അങ്കത്തട്ടിൻ്റെ നിർമ്മാണത്തിൻ്റെ ആദ്യത്തെ കാൽ നാട്ടുന്നത് മലപ്പുറം ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷൻ പ്രസിഡന്റ്, സെക്രട്ടറി ഹനീഫ ഗുരുക്കൾ, ഹരി ഗുരുക്കൾ, നമ്മളെ ചങ്ങമ്പള്ളി ഗുരുക്കൾ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്നിട്ട് ഞങ്ങളുടെ കാൽനാട്ട് കർമ്മം നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ.